ഗുരുജി, ഈ സയൻസും വിശ്വാസവും അത് രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് പോകുന്നത്? ഇപ്പൊ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് വിശ്വാസത്തിൽ ഉൾപ്പെട്ടതുമാണ്, പക്ഷെ സയന്റിഫിക്കലി പ്രൂവ്ഡുമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ സയൻസ് പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങൾ വിശ്വസിക്കാത്തവരും ഉണ്ട്. അനുഭവം പറയടോ. തന്റെ ഓഫീസിലെ പ്രശ്നമാണെങ്കിൽ അത് പറയും. ഇപ്പൊ ഓഫീസിൽ ഒരു ചർച്ച നടക്കുകയാണ്, സയൻസും വിശ്വാസവും ആണ് ടോപ്പിക്. ഇപ്പൊ വിശ്വാസമുള്ളവർക്ക് സയൻസിനെയും വിശ്വാസമാണ്, പ്രകൃതിയെ വിശ്വാസമാണ്. പക്ഷെ സയൻസിനെ വിശ്വസിക്കുന്നവർക്ക് പ്രകൃതിയുടെ ശക്തിയെ ഒരിക്കലും അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ അവർക്ക് അത് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ പറയാൻ പറ്റുമോ? സയൻസിനെ വിശ്വസിക്കുന്നവരും പ്രകൃതി വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അറിയാമല്ലോ പ്രകൃതിയാണ്, പ്രകൃതി ശക്തികളുണ്ട്. ഏതൊക്കെ മനുഷ്യന്റെ ഇൻവെൻഷൻസ് ഉണ്ടായാലും പ്രകൃതി ദുരന്തത്തെ ഒന്നും അതിജീവിക്കാനൊന്നിനും സാധ്യമല്ല എന്നൊക്കെ അവർക്കും അറിയാം. തന്റെ ചോദ്യം അവരെ കൊണ്ട് എങ്ങനെ ഈ പറയുന്ന വിശ്വാസങ്ങളെ അംഗീകരിപ്പിക്കാം എന്നുള്ളതാണ്. അത് നടക്കില്ല. മനുഷ്യന്റെ ബേസിക്കല് രണ്ട് ടെമ്പറാമെന്റ് ആൾക്കാരാണ്. ഒന്ന് ലോജിക്കൽ ആയിട്ടുള്ള മൈൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ലോജിക്കൽ ആയിരിക്കും. അവരെല്ലാ കാര്യങ്ങളും അവരുടെ യുക്തി എന്ന വിഷയത്തിലാണ്. യുക്തി സംബന്ധമായത് പിംഗളാ നാഡി എന്നൊക്കെയാണ് നമ്മൾ യോഗശാസ്ത്രം പറഞ്ഞത്. പിംഗളാ നാഡി പ്രധാനരായിരിക്കും. ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ. അവരെല്ലാ കാര്യങ്ങളും ഇമോഷണൽ ആയിരിക്കും. ഇമോഷണൽ കാര്യങ്ങളായിരിക്കും അവർക്ക് മുന്നിട്ട് നിൽക്കുക. ഇമോഷണൽ പാറ്റേൺസ് ആയിരിക്കും അവർക്ക് പ്രധാനം. അവർ ഇടാനാഡി പ്രധാനം എന്ന് പറയും. അപ്പൊ ഇടാനാഡിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പിംഗളാനാഡിക്കാരെയോ പിംഗളാനാഡി വർക്ക് ചെയ്യുന്നവർക്ക് ഇടാനാഡിക്കാരെയോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പഴയ രീതിയിൽ ഭക്തിമാർഗക്കാരും ജ്ഞാനമാർഗക്കാരെന്ന് പറയും. യുക്തിപ്രധാനരെ ജ്ഞാനികളെന്നും ഭക്തിപ്രധാനരെ ഭക്തന്മാരെന്നും ഇമോഷണൽ പ്രധാനരെ ഭക്തന്മാരെന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇത് രണ്ട് യോജിക്കുന്നത് എങ്ങനെയാ? ഒന്ന് പുരുഷൻ ഭാവം, ഒന്ന് സ്ത്രീയുടെ ഭാവം. ഇത് യോജിച്ചാൽ യോജിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് കുണ്ഡലിനി മാർഗം. അതിൽ നമുക്ക് പ്രകൃതിയെ അക്സെപ്റ്റ് ചെയ്യാം, ലോജിക്കിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഈ ലോജിക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും സത്യത്തെ ലോജിക്കലാണോ ശ്രദ്ധിച്ചു നോക്കുക. സയൻസ് ഇന്നൊരു വലിയ റിലീജിയനായി മാറിയിരിക്കുന്ന പോലെയാണ്. യുക്തി എന്താ ഇതിൻ്റെ അകത്ത്? വല്ലവരും പറഞ്ഞതും വല്ല ഗ്രന്ഥങ്ങൾ എഴുതിയതും അല്ലേ അവരും ഇപ്പൊ പറയുന്നത് യുക്തിയാണെന്ന്. അനുഭവജ്ഞാനം അല്ലല്ലോ. ഇനി ഭക്തന്മാരുവോ വല്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, വല്ലവരും പറഞ്ഞത് കേട്ടതിനെ അല്ലേ ഈ ഭക്തി എന്ന പേരിൽ കൊണ്ടാടുന്നത്. രണ്ടുപേരും സത്യത്തിൽ യുക്തിവാന്മാരാണോ? നമ്മൾ അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. വല്ല ശാസ്ത്ര ജേർണലുകളിലൊക്കെ വരുമെന്ന്. ശാസ്ത്രത്തെ സയൻസ് ആയിട്ട് നമ്മൾ കൂട്ടുന്നില്ല. സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ പുതിയ രീതിയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ, പ്രകൃതിയുടെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ ഒരു അധ്വാന രീതിയെ സയൻസ് എന്ന് വേണേൽ വിളിക്കാം. ശാസ്ത്രം എന്ന് വെച്ചാൽ അനുഭൂതമായ വിഷയങ്ങളെ ഗുരുക്കന്മാര് ഗുരു ശിഷ്യന് കൊടുക്കുന്നതാണ് ശാസ്ത്രം. ഗുരുവിന്റെ ഉപദേശത്തെയാണ് ശാസ്ത്രം എന്ന് പ്രാചീനത്തെ വിളിക്കുന്നത്. അത് സയൻസ് അല്ല. സയൻസും കവിതയും കലർന്ന അനുഭൂതി ജ്ഞാനത്തെയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്തും ഈ പറഞ്ഞ ലോജിക്കൊക്കെ ഉണ്ടോ? എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഇത് കണ്ടെത്താനുള്ള ബുദ്ധിക്ക് നമുക്ക് വികാസമില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരെ ഒരുമിപ്പിക്കാനൊന്നും നോക്കണ്ട. അവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും.